ഹായ് ഓൾ, വെൽക്കം ടു എജുബി. നമ്മൾ പുതിയൊരു കറണ്ട് അഫയർ സെഷനായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ലോഞ്ച്ഡ് ബൈ ഇന്ത്യ ഓൺ May 7, 2025 ടാർഗറ്റിംഗ് ടെറർ ക്യാമ്പ് അക്രോസ് പാകിസ്ഥാൻ? അപ്പോൾ പാകിസ്ഥാനിലെ ടെറർ ക്യാമ്പുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ ശക്തി, ഓപ്പറേഷൻ സൂര്യ. ഇത്രയാണ് ഓപ്ഷൻസ്. ആൻസർ നോക്കാം. ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ആണ് ആൻസർ. ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ആണ്. എല്ലാവർക്കും അറിയായിരിക്കും, ഇപ്പോൾ പഹൽഗമിൽ നടന്ന ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി. 26 സിവിലിയൻസ് ആണ് അതിൽ ജീവൻ നഷ്ടപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ എന്ത് ചെയ്തു? പാകിസ്ഥാനിലെ ടെറർ ക്യാമ്പുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു മിലിറ്ററി ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്തു. അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇപ്പോൾ എന്താണ്, ഇന്ത്യയും പാകിസ്ഥാനായിട്ട് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ഈ ഓപ്പറേഷനെ ഇന്ത്യൻ ഗവൺമെൻറ് നെയിം ചെയ്തത്. ഓക്കെ, എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Who has been elected as the new Chancellor of Germany in May 2025? ഈ മെയ് 2025 ജർമ്മനിയുടെ പുതിയ ചാൻസലറായിട്ട് അപ്പോയിന്റ് ചെയ്ത വ്യക്തി ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓൾഫ് സ്കോൾഫ്, ഓപ്ഷൻ ബി അർമിൻ ലാസ്റ്ററ്റ്, ഓപ്ഷൻ സി ഫെഡറിച്ച് മെർസ്, ഓപ്ഷൻ ഡി ആഞ്ചല മെർക്കൽ. ഇത്രയാണ് ഓപ്ഷൻസ്. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ഫെഡറിച്ച് മെർസ് ആണ് ആൻസർ. ഇദ്ദേഹമാണ് ജർമ്മനിയുടെ പുതിയ ചാൻസലറായിട്ട് അപ്പോയിന്റ് ചെയ്ത വ്യക്തി. ഇനി ജർമ്മനിയുടെ ക്യാപിറ്റൽ എവിടെയാണെന്ന് നോക്കണ്ടേ? ജർമ്മനിയുടെ ക്യാപിറ്റൽ ബെർലിൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് മേജർ എഗ്രിമെന്റ് വാസ് അനൗൺസ്ഡ് ബൈ ഇന്ത്യ ആൻഡ് UK ഓൺ May 6, 2025? അപ്പോൾ ഇന്ത്യ UK ആയിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്ത ഒരു മേജർ ആയിട്ടുള്ള എഗ്രിമെൻ്റ് ഉണ്ട്. അത് ഏത് എഗ്രിമെൻ്റ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ക്ലൈമറ്റ് പാക്ട് ആൻഡ് ഡിഫൻസ് ഡീൽ, ഓപ്ഷൻ ബി എഡ്യൂക്കേഷൻ എക്സ്ചേഞ്ച് ട്രീറ്റി, ഓപ്ഷൻ സി ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്, ഓപ്ഷൻ ഡി ന്യൂക്ലിയർ എഗ്രിമെൻറ്റ്. ഇത്രയാണ് ഓപ്ഷൻസ്. ആൻസർ നോക്കാം. ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ആണ് ഇന്ത്യയും UK ആയിട്ട് ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത്. ട്രേഡും ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്തത്? ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്ത് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, UK PM ആരാണെന്ന് നോക്കാം. കീർ സ്റ്റാർമർ ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the name of new portal being launched for real-time monitoring of food storage depots aiming to improve ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ വെയർ ഹൗസിങ്? അപ്പം നമ്മൾ എന്താണ് ഭക്ഷണം, ആഹാരധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നതിനാണ് ഗോഡൗണുകളെയാണ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. ഈ വെയർ ഹൗസിൻ്റെ ക്വാളിറ്റിക്കും സേഫ്റ്റിക്കും ട്രാൻസ്പെറൻസിയൊക്കെ എയിം ചെയ്തുകൊണ്ട് ഇപ്പോൾ പുതുതായിട്ട് എന്താണ് ഒരു പോർട്ടൽ ലോഞ്ച് ചെയ്തു. ഒരു പോർട്ടൽ. ആ പോർട്ടലിൻ്റെ പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഗ്രെയിൻ ഗാർഡ്, ഓപ്ഷൻ ബി സ്മാർട്ട് സ്റ്റോറേജ്, ഓപ്ഷൻ സി ഡിപ്പോട്ട്സ് ദർപ്പൺ, ഓപ്ഷൻ ഡി മന്തി മിത്ര. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഡിപ്പോട്ട്സ് ദർപ്പൺ ആണ് ആൻസർ. പോർട്ടലിന്റെ പേര് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ആരാണ്? പ്രഹ്ലാദ് ജോഷിയാണ് മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The 12th Global Space Exploration Conference will be held from 7th to 9th May 2025 in New Delhi. What is the theme of GLEX 2025? അപ്പോൾ 2025 12ാമത്തെ എഡിഷൻ ഓഫ് ഗ്ലോബൽ സ്പേസ് എക്സ്പ്ലോറേഷൻ കോൺഫറൻസ് ഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത്. അതിൻ്റെ തീമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ട്വിസ്റ്റിന് വേണ്ടിയിട്ട് അവർ ചോദിക്കും, 12ാമത്തെ എഡിഷൻ ഓഫ് ഗ്ലോബൽ സ്പേസ് എക്സ്പ്ലോറേഷൻ കോൺഫറൻസ് എവിടെ വെച്ചു നടന്നു എന്ന് വേണമെങ്കിലും ചോദിക്കാം. അത് ന്യൂഡൽഹിയാണ് ഉത്തരം. ഇതിൻ്റെ തീം എന്താണെന്ന് നോക്കാം. ഓപ്ഷൻസ് നോക്കാം. ആദ്യം A. Exploring Mars, the next frontier. Option B. Innovation in space research. Option C. Reaching new worlds, a space exploration renaissance. Option D. One Earth, one space. ഇത്രയാണ് ഓപ്ഷൻസ്. നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ സി ആണ്. റീച്ചിങ് ന്യൂ വേൾഡ്സ്, എ സ്പേസ് എക്സ്പ്ലോറേഷൻ റിനൈസൻസ് ആണ് തീം. ഓക്കെ, ഇത്രയാണ് തീം. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
Which country will participate in the Talisman Sabre 2025 military exercise alongside India? അപ്പോൾ തലിസ്മാൻ സബ്രെ എക്സസൈസ് മിലിറ്ററി എക്സസൈസിന് ആരൊക്കെ പങ്കെടുത്തു എന്നാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യ ആയിട്ട് ചേർന്നിട്ട്. അപ്പോൾ UK, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ, ജപ്പാൻ, USA, റഷ്യ, ചൈന, ബ്രസീൽ, കാനഡ, സൗത്ത് കൊറിയ, ഇസ്രായേൽ. ഇത്രയാണ് ഓപ്ഷൻസ്. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓസ്ട്രേലിയ, ജപ്പാൻ, US ആണ് ആൻസർ. ഓക്കെ, ഇതിൻ്റെ ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ 2025 എഡിഷൻ ഓഫ് ഈ എക്സസൈസിൻ്റെ ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയയാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ആണ് തലിസ്മാൻ സബ്രെ 2025 മിലിറ്ററി എക്സസൈസ്. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ നോക്കണം, ഈ ഓസ്ട്രേലിയ, ജപ്പാൻ, USA, ഇന്ത്യ ഇത്രയും രാജ്യങ്ങളുടെ കൂടെ ചേർത്തിട്ട് ഒരു പേര് പറയും. എന്താണ്? കോർഡിനേഷൻസ് എന്ന് പറയും. ക്വാഡ്രിലാറ്ററൽ കോർഡിനേഷൻസ് എന്ന് ചേർത്ത് പറയും. ആരൊക്കെയാണ്? ഓസ്ട്രേലിയ, ജപ്പാൻ, USA, ഇന്ത്യ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Who has been appointed as the chairperson of board of directors of Star Health and Allied Insurance Company? സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ് കമ്പനിയുടെ ചെയർപേഴ്സൺ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. സന്ദീപ് പട്ടേൽ, വികാസ് സേത്ത്, രാജീവ് ഖേർ, രമേശ് കൃഷ്ണൻ. ഇത്രയാണ് ഓപ്ഷൻസ്. നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ നോക്കാം. ആൻസർ രാജീവ് ഖേർ ആണ് ആൻസർ. രാജീവ് ഖേർ ആണ് ആൻസർ. സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ് കമ്പനിയുടെയാണ്, അത് മറക്കരുത്. ഓക്കെ, എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേൾഡ് റെഡ് ക്രോസ് ഡേ 2025 ഈസ് ആനുവലി ഒബ്സർവ്ഡ് ഓൺ വിച്ച് ഡേ? ഇപ്പോൾ 2025 അല്ല, വേൾഡ് റെഡ് ക്രോസ് ഡേ ഈസ് ഒബ്സർവ്ഡ് ആനുവലി ഓൺ വിച്ച് ഡേ എന്നാണ്. എല്ലാ വർഷവും ഒരു ഡേറ്റ് തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഓരോ വർഷത്തോറും മാറത്തില്ല. സോറി, അപ്പോൾ 2025 അല്ല, വേൾഡ് റെഡ് ക്രോസ് ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. April 7, May 8, June 5, December 10. ഇത്രയാണ് ഓപ്ഷൻസ്. ആൻസർ നോക്കാം. ആൻസർ May 8 ആണ് ആൻസർ. May 8 ആണ് വേൾഡ് റെഡ് ക്രോസ് ഡേ. ഇപ്പോൾ ഏപ്രിൽ എന്താണെന്ന് നോക്കണ്ടേ? April 7 എന്താണെന്ന് നോക്കണ്ടേ? അത് WHO ഡേ ആണ്. ഓക്കെ, May 8 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. June 5 എന്താണ്? എൻവയോൺമെന്റ് ഡേ, പരിസ്ഥിതി ദിനം അല്ലേ? എൻവയോൺമെന്റ് ഡേ ആണ്. December 10 എന്താണ്? ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ്. ഓക്കെ, ഈ May 8 റെഡ് ക്രോസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഹെൻറി ഡ്യൂനന്റിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ്. ഇദ്ദേഹം ആരാണ്? ഇന്റർനാഷണൽ കമ്മിറ്റി ഓൺ റെഡ് ക്രോസ് ഫോം ചെയ്തത് ഇദ്ദേഹമാണ്. ഈ റെഡ് ക്രോസ് എന്ന് പറയുമ്പം ഈ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ്, ഈ മിലിറ്ററി വാറിലൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നവർക്ക് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് കൊടുക്കുന്ന ആ ഓർഗനൈസേഷനാണ് റെഡ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടറാണ് ഇദ്ദേഹം, ഹെൻറി ഡ്യൂനൻ. ഇതിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ആദ്യത്തെ നോബൽ പീസ് പ്രൈസും കിട്ടിയിട്ടുണ്ട്. എന്നാണ്? 1901 ഫസ്റ്റ് റെസിപ്പിയൻ്റ് ഓഫ് നോബൽ പീസ് പ്രൈസും ഇദ്ദേഹമാണ്. ആരാണ്? ഹെൻറി ഡ്യൂനൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which state has recently agreed to join India's first interstate cheetah conservation corridor with മധ്യപ്രദേശ്? അപ്പോൾ മധ്യപ്രദേശുമായിട്ട് ചേർന്നിട്ട് ആദ്യത്തെ ഇന്റർസ്റ്റേറ്റ് ചീറ്റ കൺസർവേഷൻ കോറിഡോർ ആരാണ് സൈൻ ചെയ്തത്, ആരാണ് എഗ്രി ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്. ഇത്രയാണ് ഓപ്ഷൻസ്. ആൻസർ നോക്കാം. രാജസ്ഥാനാണ് ആൻസർ. മധ്യപ്രദേശ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ചീറ്റ സ്റ്റേറ്റ് എന്ന് തന്നെയാണ് ഇവർ അറിയപ്പെടുന്നത്. ചീറ്റ സ്റ്റേറ്റ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ബോളിവുഡ് ആക്ടർ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ബ്രാൻഡ് അംബാസിഡർ ഫോർ കർണാടക ബൈ രോഹൻ കോർപ്പറേഷൻ, എ മംഗളൂരു ബേസ്ഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനി? അപ്പോൾ എന്താണ്? കർണാടകയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത ബോളിവുഡ് ആക്ടർ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അത് അപ്പോയിന്റ് ചെയ്തത് ആരാണ്? രോഹൻ കോർപ്പറേഷൻ. അതൊരു മംഗളൂരു ബേസ് ചെയ്തിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ, അക്ഷയ് കുമാർ, ഋത്തിക് റോഷൻ. ഇത്രയാണ് ഓപ്ഷൻസ്. അടുത്ത ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ എന്ന് പറയുന്നത് ഷാറൂഖ് ഖാൻ. അപ്പോൾ ഷാറൂഖ് ഖാനാണ് കർണാടകയുടെ ബ്രാൻഡ് അംബാസിഡർ. ഓക്കെ,
നമ്മൾ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തൊരു സെഷനായിട്ട് കാണാം. താങ്ക് യു.